ഗുഡ് മോർണിംഗ്. തേർഡ് ഡേ ആണ്, മൂന്നാമത്തെ ദിനം. മനോഹരമായ ദിവസമാണ്. മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാം. മൂന്നാം ദിനയാത്രയ്ക്ക് തുടക്കമാകുന്നു. നേരെ പെഹൽഗാമിലേക്ക്. പെഹൽഗാം ഭൂമിയിലെ സ്വർഗമെന്ന് പറയാവുന്ന മനോഹരമായ സ്ഥലം. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്രയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചെമ്മരിയാടുകൾ മേയുന്ന താഴ്വാരങ്ങൾ പെട്ടിട്ട് പച്ചപ്പ് നിറഞ്ഞ നെൽവയലിൻ്റെ ഓരത്തൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. നീലാകാശം, പച്ചഭൂമി എന്നൊക്കെ പറയാം. അതുപോലെ വളരെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിയെ സൈഡിൽ കാണുന്ന മരങ്ങൾ, ആ മരങ്ങളൊക്കെ പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അവയുടെ പേര് ശരിക്കും വില്ലോ മരങ്ങൾ എന്നാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന വഴിയുടെ ഇരു സൈഡിലും നിറയെ നമ്മൾക്ക് വില്ലോ മരങ്ങൾ കാണാം. നമ്മുടെ ഇടയ്ക്ക് ഇപ്പോൾ കാണുന്നത് ശരിക്കും നമ്മുടെ CRPFൻ്റെ വാഹന നിരയാണ്. പോകുന്ന വഴിയൊക്കെ അവ ഇങ്ങനെ എന്താ പറയുക, കോൺവോയ് ആയിട്ട് പോകുന്നത് കാണാം. കാരണം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ രാജവീതികൾ, ഹൈവേകൾ. ഈ വഴി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കാശ്മീർ ടു കന്യാകുമാരി ഹൈവേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സൈഡിൽ വീണ്ടും നമുക്ക് കാണാം വില്ലോ മരങ്ങൾ. ഈ വില്ലോ മരങ്ങളെ കുറച്ച് അധികമായി പറയാനുണ്ട്. നമുക്കത് വഴിയെ നമ്മൾ മുന്നോട്ടെത്തുമ്പോൾ നമുക്ക് കാണാം വില്ലോ മരങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. ദെൻ ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഒരു ഹൈവേയിൽ നിന്ന്, നമ്മളൊരു മെയിൻ ഹൈവേയിൽ നിന്ന് ഇറങ്ങി, നമ്മൾ പറഞ്ഞ നാഷണൽ ഹൈവേയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പെഹൽഗാമിലേക്കുള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ മലനിരകളിൽ കാർമേഘങ്ങൾ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. ഇന്നലെ 2 ദിവസത്തോടെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴ കുറവുണ്ട്. വീണ്ടും നമുക്ക് കാണാം ഈ പറഞ്ഞ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് വില്ലോവനങ്ങളെ കുറിച്ച്. കാരണം വില്ലോവനങ്ങളെ കുറിച്ച് കഥകൾ പറയാനുണ്ട്. പച്ചപ്പ്, ശരിക്കും എന്ത് രസമറിയാം ഈ യാത്ര. മനോഹരമായ വഴി, അതിമനോഹരമായ നിറങ്ങളുടെ ഒരു സങ്കലനം. അതാണ് അവിടെ ഏറ്റവും നന്നായി തോന്നുന്നത്. ഇനി ഈ സൈഡിലുള്ളത്, ഈ വഴി സൈഡിൽ കാണുന്നത് പലപ്പോഴും നമുക്ക് വയലായിട്ട് തോന്നുന്നത് ചില ഭാഗങ്ങളെങ്കിലും കുങ്കുമത്തോട്ടങ്ങളാണ്. ഇത് ആണ് നമ്മുടെ സാഫ്രോൺ തോട്ടം, അതായത് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫാമിംഗ് ഇല്ല, സീസൺ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ സീസൺ കഴിഞ്ഞത് കാണാൻ കഴിയുന്നില്ല. ദിസ് ഈസ് എ സാഫ്രോൺ ഫീൽഡ്. पूरे एरिया में यहाँ पे है। हर जगह यहाँ पे सैफरन होता है लास्ट वीक ऑफ अक्टूबर से लेकर लास्ट वीक ऑफ नवंबर। वो ऑटम के सीजन में होता है। तो अभी यहाँ पे जो है वो अगस्त में इसकी जो खेती बाड़ी शुरू होती है, फार्मिंग होता है इसका। इसके जो रूट से 5 ईयर्स तक चलता है उसका। थैंक यू। ग्रास एंड मस्टर्ड। अभी ये बहुत एरिया में फैला हुआ है, यहाँ पे भी है बहुत एरिया में। दिस एरिया फुल ऑफ saffron, फुल ऑफ सैफरन। यहाँ पे कोई कंस्ट्रक्शन काम अलाउड है ही नहीं। ഈ പ്രദേശം കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെച്ച പ്രദേശമാണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. ഇവിടെ മറ്റു എത്ര നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഗവൺമെൻറ് അനുവദിക്കില്ല എന്നും. തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ. ബ്യൂട്ടിഫുൾ, എലാസ്റ്റിക്, ഫണ്ടാസ്റ്റിക്. ലെഫ്റ്റ് സൈഡ്. എന്താ രസമല്ലേ. ഇന്നലത്തേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പച്ചപ്പാട്ടോ. പോപ്പുലർ ആ ഉയർന്നു നിൽക്കുന്ന മരങ്ങളില്ലേ, അത് പോപ്പുലർ മരങ്ങളാണെന്നാ പറയുന്നത് കേട്ടോ. പോപ്പുലർ. നോക്കൂ. നോക്കൂ. എത്ര എടുത്താലും മതിയാവുന്നില്ല സത്യം. इसका जो वुड है ना, एक तो इसका प्लाई बनता है इस पेड़ का, प्लाईवुड, एंड दूसरा ये जो हम छत बनाते हैं ना. തൊട്ടടുത്ത് തന്നെ കുങ്കുമം വിൽക്കുന്ന ഒരു കടകളുടെ മാർക്കറ്റുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒരു സാഫ്രോൺ, ഇന്ത്യയിലെ ഏറ്റവും പഴയ കുങ്കുമം വിൽക്കുന്ന കടയാണെന്ന് പറഞ്ഞത്. അപ്പോൾ കുങ്കുമച്ചെടികളുടെ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇനി കുങ്കുമം കണ്ട് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴകിയതാണെന്ന് പറയുന്നു. ഇത് വാലനട്ട്സ് അല്ലേ? ഇതല്ലേ ഇത് വാലനട്ട് അല്ലേ? ഇതാണ്
Saffron have identification. This is not only for color and flavor. Just take 1-2 pieces, put in a mouth and chew by front ear. It should have a little bit of bitter taste. If it is sweet, then it is not a saffron. This is the one simple identification of saffron. How can you check it? But the man is, if you want to put saffron on something like coffee, like milk, like tea, in anything, ഇത് വായി വെച്ചാൽ കയ്പ് വേണം അല്ലേ? get dissolved. It should remain. This is the one simple identification of saffron. How can you check? This is 350 rupees for 1 gram. And saffron is good for color, not skin complication, insomnia, hot, and these are the benefits of saffron. This is 1 gram. This is 1 gram 350. പണ്ടില്ല Want to give gift to the ഒരു ഗ്രാം വാങ്ങിയാലോ? one of the best. ആ Taste this walnut almond. ഒരു ഗ്രാമിന് 350 രൂപ കേട്ടോ. This is cranberry, yeah. Blueberry palama. Yeah, this is cranberry. ക്രാൻബെറി. This is blueberry palama. Taste this. This is blueberry palama. You can just take also Salajit from here. Hello. Salajit is one of the best. Cranberry. Hello. There are a lot of medicine. ഇതെന്താ? Almonds, Kashmiri local items here. This is, I show you one thing. The almond from here, these are special almond. You know why? You are mostly buying California almond, these are not good. Almond that contains this one, that is real almond. Every day 4 to 5 pieces of saffron, 4 to 5 pieces of almond. Drink every day in the morning. कोई भी विजन प्रॉब्लम, याददाश्त की मतलब ना, याददाश्त के लिए अच्छा रहता है, सिकन कम, ये खास आलमंड रहता है। आप वो कैलिफोर्निया वाला दे दो कि वो वही है, एक ये ब्लूबेरी प्लम है, सी वॉलनट है, check this, see how much oil it contains, see how much oil it contains, omega 3 fatty acid, कोलेस्ट्रॉल के लिए बहुत अच्छा रहता है, हॉट हेल्थ के लिए बहुत अच्छा रहता है। खासकर अखरोट, बादाम, केसर, सलाजी जो है ना, ये लोकल आइटम है, ये बच्चों को देना होता है, ये उनके लिए बहुत अच्छा रहता है, इसके फायदे बहुत अच्छे रहते हैं। दिस इज ड्राई ഇതെന്താണ്? Half kg 500 rupees. Half kg? 500. 500 grams 500 rupees. ടേസ്റ്റി ആണോ? ഇത് റെഡ് ആണ് നല്ല ടേസ്റ്റ് 700. This one is 5 grams, 1750. This one is 12 grams. Almond. This is blueberry plum, good for digestion, gas, constipation. This one. These are cranberries. Cranberries are good for UTI. Cranberries good for UTI, urine infection. This one. This is good for digestion. അപ്പോൾ എല്ലാവരും വന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തകർക്കുക കേട്ടോ. എല്ലാം സംഭവം നല്ല ഹൈ ക്വാളിറ്റി ഒക്കെ പറയുന്നു, കുഴപ്പമില്ല. അപ്രിക്കോട്ട് ഞാൻ എല്ലാം കഴിച്ചു കുറച്ച്. ഇവിടെ എല്ലാവരും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി കഴിച്ചു, വാങ്ങിയും കഴിച്ചും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ नमस्कार नमस्कार संतोष कहाँ से केरला कहाँ से टेकड़ी से कोचिन से ट्रिवेंड्रम से कोഴിക്കോട് से कैसा लगा कश्मीर വെരി ബ്യൂട്ടിഫുൾ. സംഭവം കൊള്ളാം. എല്ലാവരും ഡ്രൈ ഫ്രൂട്ട്സ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ പറയുന്നത് ക്വാളിറ്റി പറയുന്നു, കുഴപ്പമില്ല. കുങ്കുമം, അങ്ങനെ ഒരു പീസ് കുങ്കുമം കിട്ടി, അത് നാവിട്ട് കഴിച്ചു നോക്കി. ചെറിയ ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. ബിറ്റർ ടേസ്റ്റ് ഉള്ളതാണ് നല്ലതെന്നാണ് പറയുന്നത്. നട്ട്സ് വാങ്ങിയില്ലേ? മോളെ വാങ്ങിയേ. നീണ്ട വാഗ്വാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം എല്ലാവരും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി, പിന്നെ പേരിന് കുറച്ച് ചില ഗ്രാമുകൾ കുങ്കുമവും. നാം ഇപ്പോൾ കണ്ട കുങ്കുമപ്പൂക്കളുടെ ഈ ഏരിയ, കുങ്കുമപ്പൂക്കളുടെ ഈ നാടിൻ്റെ പേര് പുൽവാമ എന്നാണ്. നമ്മുടെ രാവിലെ യാത്ര തുടങ്ങിയ ശ്രീനഗറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെ നമ്മൾ എത്തിയിരിക്കുന്നു. പുൽവാമ എന്നുള്ളത് നമുക്കെല്ലാം ഏകപരിചിതവുമാണ്. കുങ്കുമപ്പൂവിൻ്റെ ശരിക്കും ലോകത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള കുങ്കുമപ്പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പുൽവാമയിലെ പുൽവാമ ഗ്രാമത്തിലും കാക്കപ്പോറ ഗ്രാമത്തിലും പാമ്പോർ ഗ്രാമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ പ്രത്യേകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ മറ്റ് കൃഷികൾക്കുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുങ്കുമപ്പൂവിൻ്റെ കൃഷികൾ കൊണ്ട് മാത്രമല്ല ഈ നാട് ഏറെ അറിയപ്പെടുന്നത്. നമ്മുടെ കുട്ടനാടിനെയും നമ്മുടെ പാലക്കാടിനെയൊക്കെ റൈസ് ബൗൾ ഓഫ് കേരള എന്ന് പറയാറില്ലേ, അതുപോലെ കാശ്മീരിൻ്റെ പിഞ്ഞാണപ്പാത്രം എന്ന് പറയാം. കാരണം ഇവിടുത്തെ നെൽവയലുകൾ കാശ്മീരിൻ്റെ വിശപ്പകറ്റുന്നവയാണ്.
ഇവിടുത്തെ പച്ചപ്പാർന്ന ഈ നെൽവയലുകൾ, ഇവിടുത്തെ ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ പ്രകൃതി ഏറ്റവും നല്ല നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായി അറിയപ്പെടുന്നു. തീർച്ചയായും പുൽമേടുകളും നെൽപ്പാടങ്ങളും നെല്ലും വയലുമുള്ളപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഒന്നുകൂടെ പ്രതീക്ഷിക്കാം. എന്താണ്? യെസ്, കാശ്മീരിൻ്റെ പാൽപാത്രം, ആനന്ദ് ഓഫ് കാശ്മീർ എന്നാണ് എന്നുകൂടി നമ്മുടെ പുൽവാമ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ അതായത് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണിത്. ഈ നാട്ടിലെ പാൽ ഉൽപ്പന്നങ്ങൾ ഏറെ ഫേമസുമാണ്. ഇനി പ്രകൃതി രമണീയതയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ തീർച്ചയായിട്ടും തോടും പുഴയും ഉണ്ടാകും. ജലം നദി ഇതിലാണ് ഒഴുകുന്നത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടുത്തെ അഹബാർ വെള്ളച്ചാട്ടം വളരെ ഫേമസ് ആണ്. സീസണിൽ ഒത്തിരി സന്ദർശക വരുന്ന പ്രദേശമാണ്. ദെൻ ഇവിടെ മറ്റൊരു പ്രത്യേകത, ഗവൺമെൻറ് പ്രത്യേകമായ റെസ്ട്രിക്ഷൻ ഉള്ളത് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ്. അതായത് ഒരു ജില്ലയിൽ ഒരു പ്രത്യേക ഉൽപ്പന്നം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടെ ആ വിധത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ആപ്പിൾ തോട്ടങ്ങളാലും പൂന്തോട്ടങ്ങളാലും ഏറെ ഫേമസ് ആണ്, ഏറെ സൗന്ദര്യം നിറഞ്ഞതാണ് പുൽവാമ എന്ന് പറയാം. ഈ യാത്രയിൽ നമ്മൾ പുൽവാമ ഗ്രാമത്തിൻ്റെ മധ്യത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിരാവിലെ പോകുന്നതുകൊണ്ടാവാം നമ്മൾ ഏകദേശം 8 മണിക്ക് തന്നെ നമ്മളത് പുറപ്പെട്ട് ദൂരമുള്ളത് കൊണ്ട്, അതുകൊണ്ട് വഴിയിൽ തിരക്ക് കുറവാണ്. ഇടയ്ക്ക് ആർമിയുടെ ചെക്ക് പോയിന്റുകളുണ്ട്. തീർച്ചയായും അതൊക്കെ കവർ ചെയ്ത് നമ്മളങ്ങനെ യാത്ര തുടരുന്നു. ദൂരെ നമുക്ക് കാണാം നീല നിറമുള്ള മലനിരകൾ. തീർച്ചയായിട്ടും കിഴക്ക് ആണ് മലനിരകൾ എന്നുകൊണ്ട് നമ്മുടെ കാഴ്ചയ്ക്ക് അല്പം ഒരു ഭംഗി കുറവുണ്ടെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യം. വില്ലോ മരങ്ങളും പോപ്ലാർ മരങ്ങളും അതിരിട്ട വഴിയിലൂടെ ഇരു സൈഡിലുമുള്ള നെൽവയലുകളെ സാക്ഷിയാക്കി ഞങ്ങളെങ്ങനെ സാവകാശം തന്നെ, അത്ര സ്പീഡിലൊന്നുമല്ല, എല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഗൈഡ് കം ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ കേട്ടും ഒക്കെ പഠിച്ചും ഒക്കെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് യാത്ര തുടരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളുമുണ്ട് ഈ ഭാഗത്ത്. പുൽവാമയിലെ ക്ഷേത്രങ്ങൾ വളരെ ഫേമസ് ആണ്. അവന്തി സ്വാമി ക്ഷേത്രം 9ാമത്തെ സെഞ്ചുറിയിൽ ഉൽപ്പല ഡൈനാസ്റ്റിയിലെ അവന്തിവർമ്മൻ സ്ഥാപിച്ച ഈ ക്ഷേത്രം ഒട്ടേറെ സന്ദർശകരെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നു. മറ്റൊരു ക്ഷേത്രമായ പായർ ശിവക്ഷേത്രം 10ാമത്തെ സെഞ്ചുറിയിൽ ആണ് നിർമ്മിതമായത്. മറ്റൊരു ക്ഷേത്രമായ ജ്വാല ഭഗവതി ക്ഷേത്രവും ഏറെ അറിയപ്പെടുന്നതാണ്. നമ്മുടെ യാത്രയുടെ പകുതി ദൂരമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളും പ്രകൃതി രമണീയതയും നമ്മളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഇനിയുമാണല്ലോ നമ്മൾ പയ്യെ പയ്യെ മല കയറി കൂടുതൽ തണുപ്പിലേക്ക്, കൂടുതൽ പ്രകൃതി ഭംഗിയിലേക്ക് പ്രവേശിക്കുക. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെഹൽഗാം ഏറെ ഫേമസ് ആണ്. മറ്റൊരു വിധത്തിലും അമർനാഥ് യാത്രയുടെ തുടക്കം തീർച്ചയായിട്ടും പെഹൽഗാമിൽ നിന്നാണ്. അപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ വളരെ എൻത്യൂസിയാസ്റ്റിക്കായിട്ട് അങ്ങ് യാത്ര തുടരുകയാണ്. പുൽവാമയെക്കുറിച്ച് പറയുമ്പോൾ 2019 ഫെബ്രുവരി 14 ഉണ്ടായ ആ വേദനാജനകമായ അനുഭവങ്ങളെ നമ്മളത് പങ്കുവെക്കണ്ടേ? നമുക്കത് ഡ്രൈവറുടെ വാക്കുകൾ തന്നെ കേൾക്കാം. അദ്ദേഹം എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. पुलवामा वाला अटैक, पुलवामा अटैक 14 फरवरी। अच्छा, मैं आपको थोड़ा समझाने का बताना चाहूँ। ये जो शरीर के अंग है ना, पीसेस, जब ब्लास्ट हुआ अराउंड 6 किलोमीटर लगा, अर्थक्वेक आ गया, शरीर के अंग वो जहलम की रिवर में गया, वो जहलम रिवर। पुलवामा अटैक टेक्स प्लेस। पुलवामा अटैक सबसे बड़ा अटैक यहाँ पे हुआ पूरे हिस्ट्री में। CRPF ജവാന്മാർ കൊല്ലപ്പെട്ട അവരുടെ 6 കിലോമീറ്റർ ചുറ്റളവിൽ എർത്ത് ക്വേക്ക് ഉണ്ടായി. അതിന്റെ സമയത്ത്
അവരുടെ ശരീരഭാഗങ്ങൾ തെറിഞ്ഞ് അത് ജലം നദിയാക്കാണ്. ആ നദിയിൽ പോയി വീണു. वो क्या नीचे माइन रखा था ना वो जैसे देखो गाड़ियाँ धीरे धीरे आ रही है ना, हाँ। ऐसे ही वो सीआरपीएफ की गाड़ियाँ आ रही थी। हाँ जी, हाँ जी, तो हाँ जी। वो एक को गाड़ी आई जिनने उनको मतलब बीच में क्रश करके उसमें वो सुसाइड अटैक था, ब्लास्ट जो हुआ ഓ സൂയിസൈഡ് അറ്റാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് പുൽവാമ. പുൽവാമ. ഓ ദിസ് പുൽവാമ. ഓക്കെ ഓക്കെ ഓക്കെ. റൈറ്റ് സൈഡ് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ ഗേറ്റ് വിടിയല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? Can we go there? No.